കയ്യിൽ അമർത്തി ഒരു പിടിപിടിച്ചു. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു കാട്ടുതീവായിട്ടാണ്. ബിഗ് ബോസ് ഇനി കളി വേറെ ലെവൽ. തീപ്പൊരിയല്ല, കാട്ടുതീയ. കാത്തിരിപ്പിന് അവസാനം കളി മാറ്റിപ്പിടിക്കാൻ സിജോ എത്തി. ഞെട്ടിത്തെരിച്ചു മത്സരാർത്ഥികൾ. മുൻ മത്സരാർത്ഥിയായ റോക്കിയുമായുള്ള തർക്കത്തിൽ റോക്കി സിജോയെ കവളത്തിടിക്കുകയായിരുന്നു. അതിൽ സിജോയ്ക്ക് ചെറിയ പൊട്ടലുമുണ്ടായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 60-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. ഇതിനോടകം പല മത്സരാർത്ഥികളും പ്രേക്ഷക പ്രിയം നേടിയപ്പോൾ മറ്റു ചിലർ നെഗറ്റീവ് ഇംപ്രഷനും നേടി. ഇക്കൂട്ടത്തിൽ ഷോയുടെ ആദ്യ ദിനം മുതൽ ശ്രദ്ധ നേടിയ ആളായിരുന്നു സിജോ. ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധി എഴുതിയ സിജോയ്ക്ക് പക്ഷേ കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വന്നിരുന്നു. ഒടുവിൽ ഇദ്ദേഹത്തിന് റീ എൻട്രിക്കായി ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു. അത് ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 6-ന്റെ 45-ാം ദിവസത്തിൽ സിജോ വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തുകയാണ്. ഇതിന്റെ പ്രൊമോ ഏഷ്യനെറ്റ് പുറത്തുവിട്ടിട്ടുമുണ്ട്. വലിയൊരു വരവേൽപ്പായിരുന്നു ബിഗ് ബോസ് സിജോയ്ക്കായി ഒരുക്കിയത്. കൺഫെഷൻ റൂം വഴിയാണ് സിജോ എത്തിയത്. അപ്രതീക്ഷിതമായി സിജോയെ കണ്ട പല മത്സരാർത്ഥികളും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് എന്നത് പ്രൊമോയിൽ നിന്നും വ്യക്തമാണ്. ശേഷം സിജോയെ വീട്ടിലേക്ക് ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ശേഷം ലാലേട്ടൻ എൻ്റെ കയ്യിൽ അമർത്തിയൊരു പിടി പിടിച്ചു. അന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട്. എൻ്റെ ലൈഫിൽ അവസാനം വരെ അതുണ്ടാവും. തീപ്പൊരിയല്ല, ഒരു കാട്ടുതീയുമായാണ്. അത് ഞാൻ കത്തിച്ചിട്ടേ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങൂ എന്നാണ് സിജോ മത്സരാർത്ഥികൾക്ക് മുന്നിൽ നിന്നും പറയുന്നത്. സിജോയുടെ വരവിനായി കാത്തിരുന്ന പ്രേക്ഷകർക്ക് വൻ ആവേശമാണ് പ്രൊമോ കണ്ടതോടെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വെറുതെയല്ല സിജോയുടെ വരവെന്നത് വ്യക്തമാണ്. മുൻ മത്സരാർത്ഥിയായ റോക്കിയുമായുള്ള തർക്കത്തിൽ ഇയാൾ സിജോയെ കവളത്ത് ഇടിക്കുകയായിരുന്നു. ചെറിയ പൊട്ടലുമുണ്ടായി. ഇതോടെ ബിഗ് ബോസ് ടീമിന്റെ കീഴിൽ തന്നെ വിശ്രമത്തിലായിരുന്നു സിജോ. ഈ പ്രശ്നത്തിന് പിന്നാലെ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പുതിയ തലത്തിലേക്ക് ഷോ എത്തി നിൽക്കുമ്പോൾ ആവേശത്തിലാണ് പ്രേക്ഷകർ. പുതിയ കളികൾ ഇനി കാത്തിരുന്നു കാണാം. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.